ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് കേട്ടോ, എൻ്റെ പുറയിൽ ബാംഗ്ലൂർ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ കസിനാണ് അഭിജിത്ത്. മനുവും അഭിജിത്തുമാണ് എന്നെ ഇന്ന് കൊണ്ടുപോയി വിട്ടത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബാംഗ്ലൂർ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഒരു ട്രെയിനുണ്ട്, വിസ്റ്റാഡോം എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ട്രെയിനാണ്. അത് ബാംഗ്ലൂർ ടു മാംഗ്ലൂരാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ട്രെയിൻ കാണാം, ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് പോകാം, അകത്തോട്ട് കയറാം. റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ പോകാനുള്ള ട്രെയിനാണ് ഈ കിടക്കുന്നത്. വിസ്റ്റാഡോം കോച്ച് ഇത് ഏറ്റവും പുറകിൽ ആ സൈഡിൽ എവിടെ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എത്താം. ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 7 മണിക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ. ഈ ഒരു 2 കോച്ചസ് ഏറ്റവും പുറകിൽ, ഈ ഒരു ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലായിട്ടുള്ള 2 കോച്ചസാണ് ഇത് കൂട്ട് വിസ്റ്റാഡോം വരുന്നത്. ഇതിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ ടു മാംഗ്ലൂർ മാത്രമാണ് സർവീസ് ഉള്ളത്. പിന്നെ മുംബൈ, പൂനെ അങ്ങനെ 2 സർവീസിൽ നോർത്തിലേക്കുള്ള സർവീസുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ തന്നെ പറയാം വിശദമായിട്ട്. ട്രെയിനിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ ഒരു കോച്ചസിൻ്റെ പ്രത്യേകത ഗ്ലാസ്സിലാണ് ഇതിൻ്റെ ഒരു കോച്ചസ് വരുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രി വ്യൂവിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ചെയർസൊക്കെ ഉള്ളൊരിതാണ്. അപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഉള്ളിലൂടെ പോകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയാണിത്. ഇത് ബാംഗ്ലൂരിൽ നിന്നും രാവിലെ 7 മണിക്ക് ആണ് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത്. മാംഗ്ലൂർ വൈകുന്നേരം 4:30 ആ ഒരു ടൈമിൽ എത്തിച്ചേരും. അപ്പോൾ എന്താണെങ്കിലും നോക്കി ഒരു അടിപൊളി കോച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇതുണ്ട്, ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് ലഗേജുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ലഗേജ് ഞാനിവിടെ എടുത്ത് വെച്ചു. ലഗേജ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 2 കോച്ചസിലും അങ്ങനെ ലഗേജ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഇത് ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതാണ് കോച്ചസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ആളുകളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സീറ്റ് വരുന്നത് ഇതാട്ടോ, ഈ സീറ്റിലാണ് ഞാനിരിക്കുന്നത്. ട്രെയിൻ പയ്യെ എടുത്തു തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഗി ഫുള്ള് നടന്നൊന്ന് കാണാം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് അങ്ങേയറ്റം വരെ ഇത് പോയി നോക്കാം. 2 ബോഗിയാണ് ഉള്ളത്. അപ്പോൾ ആ 2 ബോഗിയിലും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ബോഗി കഴിഞ്ഞു, അടുത്ത ബോഗിയിലേക്ക് ഇത് പോകുന്നതാണ്. ഓട്ടോമാറ്റിക് ഡോറൊക്കെ ആട്ടോ, നമ്മൾ വരുമ്പോൾ തന്നെ തുറന്നോളും. ഏറ്റവും ബാക്ക് സൈഡിലോട്ട് അങ്ങ് പോയി നോക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ആൾക്കാരെല്ലാം എവിടെയെങ്കിലും ഇരുന്ന് തുടങ്ങി. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഫുൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിൻ പോകുന്നതിൻ്റെ പാളത്തിൻ്റെയും അതുപോലെ തന്നെ പുറകിലത്തെ ആ ഒരു ഓവറോൾ ഫുള്ളൊരു കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ AC ഇല്ല കേട്ടോ. ഇവിടെ ഫാനൊക്കെ കൊടുത്തേക്കുന്നതാണ്, ഒരു ഒബ്സർവേഷൻ ഡെസ്ക് പോലെ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ സൈഡിലേക്കുള്ള വ്യൂ നമുക്കിങ്ങനെ ഈ ഒരു സീറ്റിലിരുന്നാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ വശത്തും ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിനൊക്കെ മഞ്ഞ് വീണുകൊണ്ടാണ് മുകളിലത്തേക്കുള്ള വ്യൂ നമുക്ക് ശരിക്കും കിട്ടാത്തത്. അപ്പോൾ മഞ്ഞില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മുകളിലത്തെയും കാഴ്ചകൾ കാണാൻ പറ്റും. ഈ ഒരു ട്രെയിൻ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഘാട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഫോറസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഒരു വ്യൂ നമുക്ക് കിട്ടുന്ന റൂട്ടാണ്. ബാംഗ്ലൂർ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയത് രാവിലെ തന്നെ. നമുക്കിതിൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് ഈ ട്രെയിനിൻ്റെ ഒരു ടോയ്ലറ്റ് വരുന്നത്. ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്നൊരു ടോയ്ലറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുകയുണ്ടോ റെയിൽവേയുടെ എല്ലാ ടോയ്ലറ്റും എല്ലാ കോച്ചസും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു കോച്ചസ് വരുവാണെങ്കിൽ ഇത് സൂപ്പറായിരിക്കും അല്ലേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പക്ഷേ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് നോക്കി ഈ ഒരു ഇരിക്കുന്ന അവിടെ തന്നെ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഉള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ ഹാൻഡ് റെസ്റ്റും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ടേബിളും ഒക്കെ ഇങ്ങനെ കാണുന്നത്. ട്രെയിനുകളിൽ നമ്മുടെ ഇവിടെ ട്രെയിനുകളിൽ ഇങ്ങനത്തെ ഇതൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിലിരുന്ന് ഫുഡ് കഴിക്കാം, അത്യാവശ്യം ലാപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയൊരു സംരംഭമാണ് വിസ്റ്റാഡോം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ട്രെയിൻ. ഓരോ കൃഷിഭൂമികളാട്ടെ കാണുന്നത്, അവിടെ ഇങ്ങനെ ഉഴുതിട്ടേക്കുന്ന കുറേ കാഴ്ചകളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്ന സീറ്റ്. ഈ സീറ്റിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് സൈഡ് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫുൾ സൈഡിലേക്കുള്ള വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഈ സീറ്റ് റൊട്ടേറ്റ് ചെയ്യാം.
റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതുണ്ടോ, നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വ്യൂവിലിരുന്ന് കാണാൻ പറ്റും. അതാണ് ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത തന്നെ. ഒരു 180 ഡിഗ്രിയിലുള്ള റൊട്ടേഷനാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ഗ്ലാസ്സിൽ കൂടെ ഉള്ള ഒരു വെളിയിലേക്കുള്ള വ്യൂ കിട്ടും. ഇപ്പോൾ നീലമംഗലം എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്കാട്ടോ വന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയ സ്റ്റോപ്പുകളിലൊക്കെ നിർത്തിയാണ് പോകുന്നത്. അപ്പോൾ TTR വന്നിട്ട് നമ്മുടെ ടിക്കറ്റ് എല്ലാം കൺഫേം ചെയ്ത് നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. പക്ക ഒരു പ്രൊഫഷണൽ ഒരു ഫീല് കൊടുക്കുന്നുണ്ട് റെയിൽവേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിസ്താഡോം കോച്ചസിന് വേണ്ടിയിട്ട് നല്ല സർവീസും അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു അനുഭവമാണ് ഈ ഒരു യാത്ര. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറേ ചെറിയ എന്താ പറയുക തടാകങ്ങൾ ഒരുപാട് കാണാം. താഴേക്കടെ നാഷണൽ ഹൈവേ പോകുന്നുണ്ട്. ബാംഗ്ലൂർ ടു ബാംഗ്ലൂർ നാഷണൽ ഹൈവേ ആണ് ഈ താഴേക്കടെ പോകുന്നത്. അതിൻ്റെ ദൂരേക്കുള്ള എന്താ പറയുക മലകളുടെയൊക്കെ ഒരു കാഴ്ചകൾ വന്നു തുടങ്ങി. ടണലിൽ കേട്ടോ പോകുന്നത്. നമ്മളീ പോകുന്ന റൂട്ടിൽ കുറേ ടണലുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം ഒരു വലിയ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. കൊള്ളാട്ടോ. അതെ, പെട്ടെന്ന് ലൈറ്റ് വന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് അവർ ഓർഡർ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തരും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ചും ഡിന്നറും ഒക്കെ അങ്ങനെ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ അകത്ത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യുക. ഇതിൽ സ്പോട്ട് ബുക്കിങ്ങോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നതൊന്നും ടിക്കറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ വിസ്താഡോം കോച്ചസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതുള്ള ട്രെയിനുകളുടെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ ആ നമ്പറുള്ള ട്രെയിനുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ടിക്കറ്റിൻ്റെ അത് ഈസി എന്നാണ്, എക്സിക്യൂട്ടീവ് ചെയർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് കിടക്കുന്നത്. വിസ്താഡോം എന്നൊന്നും നമ്മുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ബാംഗ്ലൂർ ടു മാംഗ്ലൂരും മാംഗ്ലൂർ ടു ബാംഗ്ലൂരും സർവീസ് ഉണ്ട്. അത് ഒരാൾക്ക് 1395 രൂപയാണ് ഈ ഒരു കോച്ചസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചാർജ്. ഇങ്ങനെ ചവിട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്, നമ്മുടെ വാട്ടർ ബോട്ടിൽ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്, ഫുഡ് വെച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് കാണുന്ന സ്വിച്ചിൻ്റെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബാക്കിലോട്ട് ഇത് പോകുന്ന രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, നൈസുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൊത്തം നടന്ന് എന്താ പറയുക കാഴ്ചകളൊക്കെ കാണുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ടണലുകൾ, അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് മറ്റേ ഫോറസ്റ്റ് വരുള്ളൂ. ഏകദേശം നമ്മളൊരു യാത്ര തുടങ്ങിയിട്ടൊരു 3 മണിക്കൂർ അടുത്താവാറായി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മൊത്തം യാത്രയിൽ നല്ല ഈ പറഞ്ഞ പോലെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതായത് ഈ കൃഷിത്തോട്ടങ്ങളുടെയൊക്കെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ, തെങ്ങും തോപ്പുകളൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. നമ്മൾ വന്ന് നിന്ന് ഇതിനും പയ്യെ തുറന്നതിന് മുന്നേ തുറന്നു കേട്ടോ. ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. നമ്മൾ തമിഴ്നാടൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ കാഴ്ച പോലെയുള്ള കൃഷിയുടെയൊക്കെ കാഴ്ചയാണ്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സീറ്റൊക്കെ കണ്ടോ, ഇതിനൊരു വേറെ കളർ ചേഞ്ച് കേട്ടോ. എനിക്ക് ഈ ഒരു സംഭവത്തിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു കോച്ചസാണ്. എനിക്ക് ഈ ഒരു റെഡ് കളർ വരുന്ന ആ കോച്ചസാട്ടോ. ഇതിൻ്റെ അകത്ത് ഇവിടെ കർട്ടനുണ്ട്. നമുക്ക് വെയിലൊക്കെ അടിക്കുവാണെങ്കിൽ ഇതുപോലെ കർട്ടൻ താത്തിയിട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ വെയിലൊന്നും കൂടുതൽ അടിക്കില്ല. ഈ ഫുള്ളിങ്ങനെ താഴോട്ട് താത്തിയിട്ട് കഴിഞ്ഞാൽ. നമ്മുടെ ഈ കോച്ച് പണിതിട്ടുള്ളത് ചെന്നൈയിലെ കോച്ച് ഫാക്ടറിയിലാട്ടോ. കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ ഇത്ര ഫെസിലിറ്റീസ് കൊടുത്തേക്കുന്നത് വിസ്താഡോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോച്ചസിൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെ എല്ലാ സീറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കാഴ്ചകൾ കാണാം. പിള്ളേരൊക്കെ ഓടിക്കളിക്കും, രക്ഷയില്ല, ഭയങ്കര വൈബാണ്. പിള്ളേരൊക്കെ ഓടിക്കളിച്ച് നിറച്ച് കുട്ടികളാണ് ഇവിടെ. ഇപ്പോൾ കളിയും ബഹളമൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ നല്ല നല്ല കാഴ്ചകളുണ്ട്.
പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റ് ഈ ബോഗീസിൽ വരുന്ന ആ ഒരു കുലുക്കം ഉണ്ടല്ലോ, ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കം, അത് ഈ ഒരു ബോഗിക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു വിസ്റ്റാഡോം കോച്ചിൻ്റെ ഉള്ളിൽ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സാധാരണ ട്രെയിനിൽ പോകുമ്പോൾ പറയാം ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര ഇളക്കവും അതുപോലെ തന്നെ ഇങ്ങനെ പൊങ്ങിച്ചാടുന്ന പോലത്തെ ഫീലൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു കോച്ചസിൽ അത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് വന്നേക്കുന്നത്. എന്നൊക്കെ അവിടെയൊക്കെ നോക്കുമ്പോൾ നല്ല കാട് നിറഞ്ഞ കാഴ്ചകളാണ്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് കർണാടക ഉൾഗ്രാമങ്ങൾ കാണിച്ചു തരാം. ഈ അടയ്ക്ക കൃഷിയൊക്കെ മെയിൻ ആക്കിയിട്ടുള്ള കർണാടകയിൽ കുറേ ഗ്രാമങ്ങളുണ്ട്. അത് ആ സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇതേ ഒരു ഗ്രാമമാണ്, ഒരു പാലം കയറി ട്രെയിൻ പോകുന്നതാണ്. അപ്പോൾ താഴേക്ക് കാണുന്ന കാഴ്ച നോക്കി. അപ്പോൾ നമുക്ക് ഇതേ ഒരു സ്നിക്കേഴ്സ് മേടിക്കാം കേട്ടോ ബ്രോ. സ്നിക്കേഴ്സ്, ഒരു സ്നിക്കേഴ്സ് ഒക്കെ കഴിച്ചുകൊണ്ടാവാം ഞാൻ അടുത്ത്. അപ്പോൾ നമ്മളിത് സകലേഷ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ വണ്ടി ജസ്റ്റ് നിർത്തിയിട്ടേക്കാണ്. ഇവിടെ കുറേ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുതിയ ട്രാക്ക് പണിയുന്നതിൻ്റെയൊക്കെ തിരക്കുണ്ട്. ഈ പുറമെ വിസ്റ്റാഡോം എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിസ്റ്റാഡോം എന്നാവില്ല. കാരണം EC എന്ന് പറഞ്ഞിട്ട് 1395 രൂപ ടിക്കറ്റ് കാണാം ഇതിൻ്റെ അകത്ത്. അതുപോലെ ആ EC എന്നുള്ള ടിക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ വിസ്റ്റാഡോം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് എടുത്തു. അപ്പം ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫോറസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഇനി വരുന്നത് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഡീപ്പ് ഫോറസ്റ്റും അതുപോലെയുള്ള കാഴ്ചകൾ മാത്രം വരുന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡ് കഴിഞ്ഞു, വെൽക്കം ടു വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറഞ്ഞിട്ട് ബോർഡെല്ലാം കഴിഞ്ഞു. അപ്പം ഇനി ആ ഒരു എന്താ പറയുക, ഒരു മലകയറ്റം അല്ലെങ്കിൽ ആ ഒരു കാട്ടിലേക്കുള്ള ശരിക്കുള്ള ഒരു എൻട്രി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര ഉയർന്ന സ്ഥലത്തോട്ട് കയറുക എന്നുള്ളതിൻ്റെ ഒരു ഫീൽ ഇപ്പോൾ കിട്ടി. കാരണം ചെറിയ കയറ്റം കയറുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ഇങ്ങനെ കുത്തനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ താഴെയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ ഫോറസ്റ്റിലേക്ക് കയറി എന്നുള്ളതിന് ഒരു നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിലായി. അപ്പോൾ നല്ല ഫോറസ്റ്റിൻ്റെ ഒരു കാഴ്ചകളും അതുപോലെ തന്നെ ഇതുണ്ടല്ലേ സൈഡിലേക്ക് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളായിട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കുറേ പണി നടക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ ടണലും അതുപോലെ തന്നെ ഒരു പാലമാണ്. അയ്യോ ആ പാലം ട്രെയിൻ കയറി ഇറങ്ങുന്നൊരു ഇത്. ഇവിടെയൊക്കെ എന്തൊക്കെ വലിയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മറ്റേ പേടിയാവട്ടെ പാലത്തേക്കൊന്ന് കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ.
ബാക്ക് സൈഡിൽ തിരക്കാട്ടോ, എത്ര ആളായി ഫുള്ള്. നമുക്ക് ഒരിടത്തു നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുപോലെയാണ്. ഇപ്പോൾ ടണലിലേക്കിടയ്ക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. പുതിയ വേറൊരു ടണലിലേക്ക് കയറി. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല കേട്ടോ. കിട്ടില്ല ഇതൊക്കെ ആ ഒരു മലയുടെ ചെരുവിലൂടെയാണ് ഈ ട്രെയിൻ വരുന്നത് തന്നെ. അതുപോലെ തന്നെ മുൻപോട്ട് ഇതുപോലെ ഒരുപാട് മലയും കുന്നൊക്കെ കയറിയിട്ടാണ്. പിന്നെ താഴോട്ട് ഭയങ്കര വലിയ കൊക്കയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റൂട്ട് തന്നെ. മംഗലാപുരം ബാംഗ്ലൂർ റൂട്ട് തന്നെ ഭയങ്കര ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇതുണ്ട്, ബോർഡുകൾ ഒരുപാട് കൊടുത്തേക്കുന്നു. നമ്മൾ തമിഴ്നാട്ടിലെ കാടുകളിലൂടെയൊക്കെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൊക്കെ പോകുമ്പോൾ കാണുന്നതൊക്കെ കൂട്ട് എലഫൻറ്റ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് ഈ ട്രെയിൻ പോകുന്നത് തന്നെ. കാരണം വെച്ചാൽ ഇത്ര ഫോറസ്റ്റിൽ കൂടെ പോകുന്ന ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അത് തന്നെ അപകടം നിറഞ്ഞ വഴികളുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഒത്തിരി ടണൽസ് കയറി ഇറങ്ങിയിട്ടാണ് വന്നത്. ഇതിപ്പോൾ 5ാമത്തെ ടണലാണ് ഈ കയറുന്നത്. അങ്ങനെ ആ ഒരു ടണൽ കംപ്ലീറ്റ് ചെയ്തു. നോക്കി എനിക്ക് അമ്മ ഇതൊരു പാലം നോക്കി, അയ്യോ താഴേക്ക് പോകും, പേടിയാവുള്ളൂ. ഒരു രക്ഷയില്ലാട്ടോ, പൊള്ളി വൈബ് എന്ന് വെച്ചാൽ പൊള്ളി വൈബ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വഴിക്കൊന്ന് പോയി നോക്കുക. ഇത് 6ാമത്തെ ടണലിലോട്ട് പിന്നെയും കയറുവാണ്. 69 മീറ്ററുള്ള ടണലാണിത്. 6ാമത്തെ ടണൽ നമ്പർ 6. അങ്ങനെ നമ്മൾ അടുത്തൊരു പാലത്തേക്കൂടെ കയറാൻ പോവാണ്. എൻ്റെ അമ്മോ, ആ പാലം നോക്കി, താഴേക്ക് നോക്കുമ്പോൾ പേടിയാവണം. ഓ എൻ്റെ അമ്മോ, പൊളി, എന്ത് രസാണ്. ആ മലകളുടെ വ്യൂവും അതുപോലെ തന്നെ ഈ ഒരു പാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് നോക്കുമ്പോൾ എന്തുണ്ട്, ഇതുപോലെ ഡീപ്പായിട്ടുള്ള ആ കുഴിയിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. ഇവിടെ കാണുന്ന ഈ ഒരു മല കാണുമ്പോൾ നെല്ലിയാമ്പതി മലയൊക്കെയാണ് ഓർമ്മ തന്നെ. കാരണം ആ ഒരു സെയിം കാഴ്ചകളാണ്. ഇവിടെ ഒരു ട്രെയിൻ പിടിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടാണിത്. മീറ്ററുള്ള ഒരു ടണലായിരുന്നു അത്. എൻ്റെ അമ്മുതി അതോ നോക്കി, എന്നാ സൂപ്പറാന്ന് നോക്കി. ആ മലയും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ, എൻ്റെ കിളി പോകുമെന്ന് പറഞ്ഞാൽ കിളി പോകട്ടോ. നമ്മളിങ്ങനെ സൈഡിലൊക്കെ നിൽക്കുവാണെങ്കിൽ താഴോട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് പിടിവിട്ടു. അതുപോലെ ഓരോരോ സംഭവം വേണം. വീണ്ടും ടണൽ, 8ാമത്തെ ടണലാട്ടോ. ടണലുകൾ മാത്രമേ ഉള്ളൂ. ഇത് 279 മീറ്റർ. പേടിയോ വിടും. എന്ത് വ്യൂ ആണിത്. എനിക്ക് പേടിയാവുക, ഒരു രക്ഷയില്ലാട്ടോ. അത് അടുത്ത ടണല്, 11ാമത്തെ ടണല്. ഈ ഓരോ ടണൽ കഴിയുമ്പോഴത്തേനും ഒരു വലിയ പാലം കാണും. ഇപ്പോൾ നമ്മൾ കയറി ഇറങ്ങിയിടത്തൊക്കെ അങ്ങനെയാണ്.
അപ്പുറത്തേക്കൂടെ നമ്മൾ പോകും. 13ാമത്തെ ടണലിലോട്ട് നമ്മൾ കയറുവാണ്. 250 മീറ്ററുള്ള ടണൽ. ഈ കാണുന്ന ഓപ്പോസിറ്റ് നമ്മൾ കണ്ടിരുന്ന ആ ഒരു മലയിൽ, ഈ കാണുന്ന മല, ആ മല നമ്മൾ കയറുമല്ല, മലയുടെ ഉള്ളിൽ ഇറങ്ങി. ഏകദേശം 13ഓളം ടണലുകൾ കയറിയിട്ടാണ് ഈ ഇപ്പോൾ കാണുന്ന ആ മലയുടെ ഉള്ളിൽ നമ്മൾ കടന്നു പോകുന്നത്. ആ മല കഴിഞ്ഞു, ഇനിയും ടണലുകളുണ്ട്, ടണൽ തീർന്നിട്ടില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് പൊളിഞ്ഞു പോയത്, അതായത് വെള്ളപ്പൊക്കത്തിലൊക്കെ ഒലിച്ചു പോയതാണ്. അതിനുശേഷം വീണ്ടും പണിത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അടുത്ത മഴക്കാലം ആകുമ്പോഴത്തേനും, എല്ലാ മഴക്കാലത്തും ഇവിടെ മണ്ണിടിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാട്ടത്. അതുകൊണ്ട് മഴക്കാലങ്ങളിൽ ഏറ്റവും ഭംഗിയുണ്ടെങ്കിലും ഇതിലൂടെയുള്ള യാത്ര മിക്കപ്പോഴും ക്യാൻസൽ ചെയ്യാറുണ്ട് ട്രെയിൻ. 14ാമത്തെ ടണൽ. ഇവിടുന്ന് മുൻപോട്ടുള്ള ട്രെയിനിൻ്റെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടൂല. ഫുൾ ട്രെയിനും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു വളവുള്ളതുകൊണ്ട് ഇതായിട്ടൊരു പാലമുണ്ട്, അതുപോലെ വളവിലൊരു പാലം കൂടെ ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ്. കാരണം ആ ഒരു തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണല്ലോ ഇതിവിടെ. നമ്മളിത് അടുത്തൊരു പാലം കയറുവാണ്. അമ്മു ശരിക്കും മഴക്കാലത്തായിരിക്കും ഈ ഒരു യാത്ര ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന. മഞ്ഞും മഴയും നല്ല പച്ചപ്പായിരിക്കും ആ സമയത്ത്. ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മലയൊക്കെ മഞ്ഞ കളറിലാണ് നിൽക്കുന്നത്. അതൊരു മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയായിരിക്കും. അപ്പോൾ നമ്മുടെ ലഞ്ച് വന്നു കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തായിരുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നോക്കാം, വെജിറ്റബിൾ ബിരിയാണിയാണ്. അങ്ങനെ ലോങ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തി. നല്ലൊരു ഗ്രാമപ്രദേശം കേട്ടോ. നല്ല രീതിയിൽ അടയ്ക്കാമരങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണാവുന്ന. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ചുരുക്കം കാഴ്ചകളായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ മാംഗ്ലൂരിലേക്ക് എത്തുവാണ് ഈ കാണുന്നത്. എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള റിവർ ക്രോസിംഗ് ആണ്. റിവർ ഏതാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ബന്ധവാല റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ഒരു ചെറിയ സ്റ്റേഷനിലേക്ക് എടുത്തു. മാംഗ്ലൂർ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഫൈനലി മാംഗ്ലൂർ ജംഗ്ഷനിലോട്ട് വന്നത് നമ്മൾ ട്രെയിൻ ഇറങ്ങി കേട്ടോ. അതേ കരുതിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കയറിയിട്ട് ഇപ്പോൾ സമയം 4:46 മാംഗ്ലൂർ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി. ട്രെയിൻ അതിൽ കിടക്കുന്നതാണ്. കിടിലൻ യാത്രയായിരുന്നു. കിടിലൻ യാത്ര എന്ന് വെച്ചാൽ ഫോറസ്റ്റ്, അതുപോലെ ഹിൽ സ്റ്റേഷൻ, പിന്നെ എന്താ പറയുക വിസ്ത ഡോം, അങ്ങനെ ഒരുപാട് എന്താ പറയുക സ്പെഷ്യാലിറ്റി ഉള്ള ഒരു യാത്രയായിരുന്നു ബാംഗ്ലൂരിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും കിടിലൻ യാത്രയാണ്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം റെയിൽവേയുടെ വെബ്സൈറ്റിൽ നിന്ന്. സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് EC എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ചെയർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിലാണ് കിടക്കുന്ന. 1395 രൂപയാണ് ബാംഗ്ലൂർ ടു മാംഗ്ലൂർ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂർക്കും ഈ ട്രെയിനിലെ ഈ ഒരു വിസ്ത ഡോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അടിപൊളി അനുഭവമാണ്, അടിപൊളി യാത്രയാണ്, ഒരുപാട് കാഴ്ചകളുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ അടിച്ചേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക.